ഹായ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിന്ന് ശാന്തിവനം എന്ന പള്ളിയിലേക്ക് പോവുകയാണ്. പൈനാവിലാണ് പള്ളി. പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങളും പറ്റുവാണെങ്കിൽ ശാന്തിവനം പള്ളിയും കാണിച്ചു തരാം. മുകളിലാണ് കാണുന്നതാണ് പള്ളിമുറിയാണ് കാണുന്നത്. സൈഡിലാണ് പള്ളി. ഇതാണ് മാതാവിൻ്റെ ആ പള്ളിയുടെ ഒരു ഗ്രോട്ടോ വച്ചിരിക്കുന്നത്. നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ പള്ളിയുടെ തൊട്ടടുത്തുള്ള പാറമടയാണ് ഈ കാണുന്നത്. പാറക്കോറി. ഇവിടെ ഇതുപോലെയുള്ള ഒത്തിരി സ്ഥലങ്ങളുണ്ട്. ഇടുക്കി ഡാമിൻ്റെ ഒക്കെ അടുത്ത് വരും ഈ സ്ഥലം. നമുക്കത് വഴിയെ അതിവിടെയൊക്കെ പോയി നിങ്ങളെ കാണിച്ചു തരാം. വരും ദിവസങ്ങളിൽ നമ്മൾ ഈ വീഡിയോകളെല്ലാം കവർ ചെയ്യുന്നതാണ്. ഇത് ശരിക്കും നമ്മുടെ ഒരു ട്രാവൽ ബ്ലോഗല്ല, ട്രാവലർ വ്ളോഗൊന്നും അല്ല, ഒരു ഫാമിലി വ്ളോഗാണ്. ഇപ്പം ഞങ്ങൾ ഇന്ന് പള്ളിയിൽ പോയത് കൊണ്ട് നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നമ്മളിപ്പോൾ പോകുന്ന പള്ളി പൈനാവില് ഒരു സ്റ്റേഷൻ പള്ളിയായിട്ട് ചെയ്യുന്നതാണ്. അവിടെ ചൊവ്വാഴ്ച മാത്രമേ ഇതുള്ളൂ, കുർബാനയും നൊവേനയൊക്കെ ഉള്ളൂ. അന്തോൻസുണ്ണിയാളിൻ്റെ ഒരു പള്ളിയാണ്. അപ്പോൾ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ. നമ്മൾ അങ്ങോട്ട് പോകുന്ന റോഡ് ഇതുവഴി തടിയമ്പാടെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാം. ഇത് പൈനാവിന് ഇവിടെയാണ് മെയിൻ റോഡ്. ഇത് പുതിയതായിട്ട് വന്ന ഒരു വഴിയാണ്. നേരത്തെ ഇവിടെ വഴിയൊന്നും ഇല്ലായിരുന്നു. ഇപ്പം നല്ലൊരു വഴിയാക്കി. ആളുകൾക്കെല്ലാം നല്ല സൗകര്യമാണ്. ചെറുതോണിക്ക് പോകണമെങ്കിൽ പോകാം, പൈനാവിന് പോകണമെങ്കിൽ പോകാം. വഴിയുടെ നടുക്ക് കിടപ്പുണ്ട്. അത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഇതിൽ സെറ്റപ്പിൽ ചെയ്തേക്കുന്ന വഴിയാണ്. നല്ല അടിപൊളി വഴിയാണ്. തിരക്കൊന്നുമില്ല. വലിയ തിരക്കുള്ള ഒരു വഴിയൊന്നുമല്ല. സ്ഥലത്ത് നിന്ന് പൈനാവിന് പോകാൻ ആയിട്ടുണ്ടാക്കിയേക്കുന്ന ബസ്സുകളില്ല. കാരണം ഇടയ്ക്ക് വലിയ വളവുകളും കയറ്റങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ബസ് സർവീസ് ഇതുവരെ തുടങ്ങിയിട്ടില്ല ഇതുവഴി. നമ്മൾ പോകുന്നത് ഒരു വനത്തിന്റെ, ഏകദേശം ഒരു വലിയ വനത്തിന്റെ നടുക്കിരിക്കുന്ന ഒരു ചെറിയ പള്ളിയിലേക്കാണ് നമ്മൾ പോകുന്നത്. പള്ളിയുടെ പേര് സെന്റ് ആന്റണീസ് ചർച്ച് ശാന്തിവനം എന്നാണ്. അതിൽ തന്നെ ഒരു വനം വന്നിട്ടുണ്ടല്ലോ. നല്ല ഭംഗിയുള്ളൊരു പള്ളിയാണ്. നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് അവിടെ. ചെറിയ കല്ലുകൾ കൊണ്ട് കെട്ടിയിട്ടുള്ള ഒരു ചെറിയ പള്ളിയാണത്. നമുക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് പള്ളിയിൽ ചെന്ന് കഴിയുമ്പോൾ. നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും നന്നായിട്ട്. ഇപ്പം നമ്മൾ പോകുന്നത് പൈനാവിനോട് അടുത്ത് വന്നു. വലിയ കയറ്റങ്ങളും, ഇനി നമ്മൾ പോകുന്നത് ഒത്തിരി കയറ്റങ്ങളുള്ള ഒരു സ്ഥലങ്ങളിലേക്കാണ്. വളവുകളും കയറ്റങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ വഴി വളരെ നല്ല വഴിയാണ്. സ്കൂളുകളും ഗിരിജ്യോതി കോളേജ് എന്ന് പറഞ്ഞ ഒരു കോളേജായിരുന്നു. ഇപ്പൊ അവിടെ കോളേജായിരുന്നു. അത് PG ഒക്കെ ഉണ്ടായിരുന്ന കോളേജാണ്. +2 വരെ മാത്രമുള്ള ഒരു സ്കൂളാക്കി. CBSE സിലബസിലുള്ള ഒരു CMI ഫാദേഴ്സിന്റെ ഒരു സ്കൂൾ. എല്ലാവർക്കും കയറി നിന്ന് വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ കൂടാരങ്ങൾ പോലെ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ ഇറങ്ങി നിന്ന് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞങ്ങൾ കുടില് പോലെയുള്ള ഇതിലേക്കുള്ള സെറ്റപ്പ്. കുടിലൊന്നുമല്ല, ചെറിയൊരു സെറ്റപ്പ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടാണ് മേഞ്ഞ സെറ്റപ്പില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല വ്യൂ പോയിൻ്റാണ്. അല്ലോ, ഈ കാണുന്നതാണ് വാഴത്തോപ്പ് കത്തീഡ്രൽ ചർച്ച്. നമ്മളവിടെയൊക്കെ പാസ് ചെയ്തിങ്ങ് പോകുന്നതാണ്.
കണ്ടോ മല മാത്രമേ ഇവിടെ ഉള്ളൂ. ഒരുപാട് കുന്നും മല. ഇത് നമ്മുടെ പള്ളിയിലേക്ക് ചെറിയൊരു ഗ്രോട്ടോയാണ്. പള്ളിയിലേക്ക് തിരിയുന്ന വഴി എൻ്റെ താഴെയൊക്കെ കാടാണ്. കാടിൻ്റെ നടുക്കിരിക്കുന്ന ഒരു ചെറിയ പള്ളിയാണ് കേട്ടോ. ചെറിയൊരു പള്ളിയാണ്, കല്ലുകൊണ്ട് പണിതേക്കുന്ന പള്ളിയാണ്. പള്ളി കഴിഞ്ഞ് ഇറങ്ങി ഗൈസ്. ഇനി വീട്ടിലേക്ക് തിരിച്ചുള്ള പോക്കാണ്. നമ്മൾ ചെറുതോണി വഴിയാണ് പോകുന്നത്. നമുക്ക് ചെറുതോണി വഴി പോകാം. നമ്മൾ വന്ന വഴിയല്ല, എന്താണ് മെയിൻ റോഡിൽ കയറി നമ്മൾ ചെറുതോണിക്കാണ് പോകുന്നത്. മഴ ചെറുതായിട്ട് പെയ്യുന്നുണ്ട് ഗൈസ്. തീരെ മഴയാണ്. ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ തൊടുപുഴ വഴിയിലേക്ക് വന്ന് കയറുന്നു. ചെറുതോണി തൊടുപുഴ വഴിയിലേക്ക് വന്ന് കയറുവാണ്. നല്ല മഴ ആയതുകൊണ്ടാണ് മഴ തുടങ്ങിയതാണ്. ഓട്ടോ വരുന്നുണ്ട്. തൊടുപുഴ ചെറുതോണി റൂട്ടിൽ ഇപ്പം നമ്മൾ ചെറുതോണിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വേറെ സൂപ്പർ മഴ. ഇവിടെ മഴയൊക്കെ വരുമ്പോഴത്തേനും നല്ല കോട വരും. ഇനി കാണിക്കണ്ടേ മഴ വഴി. ഇതാണ് നമ്മുടെ ചെറുതോണിയിലേക്ക് മരങ്ങൾ തിങ്ങി നിൽക്കുന്നതിന് നടുക്കൂടെയാണ് നമ്മുടെ റോഡ് പോകുന്നത്. നിങ്ങളൊക്കെ ഇതുവഴി വന്നിട്ടുണ്ടോ? ചെറുതോണി ടൗണിലേക്ക് എത്തുകയാണ്. നമ്മളെ ടൗണിലെത്തി. നിങ്ങള് എല്ലാവരും ചെറുതോണി കേട്ടിട്ടുണ്ടാവുമല്ലോ. കാരണം ഇടുക്കി ഡാമിന്റെ കാര്യം പറഞ്ഞപ്പോൾ ചെറുതോണി എന്ന് എല്ലാവരും പറഞ്ഞു നിങ്ങളെല്ലാവരും ചെറുതോണിയെ കുറിച്ച് നല്ലപോലെ ഐഡിയ ഉള്ളവരായിരിക്കും. അടുത്ത ദിവസങ്ങളിൽ നമുക്ക് നമ്മുടെ വീടിന്റെ അവിടെ നിന്നിട്ട് ചെറുതോണി ഡാം എങ്ങനെ കാണാമെന്നുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്യും.